കുറെ നേരമായല്ലോ, എന്തൊരു ബോറാ. അവൻ കലാകാരനല്ലേ, കുറെ സമയം എടുക്കും. ഓ നീ അവിടെ എന്തോ എടുക്കായിരുന്നു? 1 മണിക്കൂറായല്ലോ പോയിട്ട്. എന്തും സമയമെടുത്ത് ആസ്വദിക്കുന്നവനാ ഞാൻ. ഇതെനിക്കല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് മോർ ദാൻ എ ഫിസിക്കൽ എക്സ്പീരിയൻസ്. ഹ്യൂമൻ അനാറ്റമിയുടെ സ്പെസിമെന്റെ ഓരോ എക്സാമ്പിൾസ് ആണ്. തേങ്ങാക്കോല കൊള്ളാവുന്ന ഉരുപ്പടി തന്നെ, സമ്മതിച്ചു. എന്നാ നിനക്ക് പിടിച്ചില്ലേ? ബോറേ, ഇത്തരം അലവലാദികളൊക്കെ ഇവൻ പിന്നെ പിന്നെ വിളിച്ചോണ്ട് വരുന്ന എന്തിനാ? കഴിഞ്ഞ തവണ തോന്നിയില്ലായിരുന്നോ നിനക്ക്? കഴിഞ്ഞ തവണ അവളിവിടെ വന്നപ്പോ തോന്നിയില്ലായിരുന്നോ നിനക്ക്? ഇത് തോന്നാനിട്ടല്ല, അപ്പോഴത്തെ ബൂസിന്റെ പുറത്ത് ഞാനത് അറിഞ്ഞില്ല. ഒരു സെക്കൻഡ് ടൈമിന് ഞാനില്ല അളിയാ. എടാ ദാസേ, നിന്റെയൊക്കെ ഈ സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം ഉണ്ടല്ലോ, വളരെ ചീപ്പാണ്. കറക്റ്റ്. വട്ടമുഖം, വെളുത്ത തൊലി, പട്ട് സാരി. ഞാനങ്ങനെയല്ല, ചേഞ്ച് വേണം. വൈകൃതത്തിലും സൗന്ദര്യം കണ്ടെത്തുന്നവനാണ് ഞാൻ. നിന്നെപ്പോലെ തടിച്ചു കൊഴുത്തിരിക്കണമെന്നും പറഞ്ഞാൽ മനസ്സിലാവൂലടാ. അതിനൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ മൈൻഡ് വേണം. ഓ സമ്മതിച്ചേ, എനിക്കില്ലാത്ത ഒന്ന് ഞങ്ങൾക്കുണ്ട്. എനിക്കില്ലാത്ത ഒന്ന് നിർത്തളിയാ. ദൈവമേ, ഇക്കണക്കിനാ കൃഷ്ണനുണ്ണി വരാത്ത നന്നായി. വന്നിരുന്നെങ്കിൽ അവന്റെ ന്യായപ്രമാണം കൂടെ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഫിലിപ്പ, നീ പോകുന്നില്ലേ? ഇവൻ പറഞ്ഞ പോലെ പാർട്ടി അത്ര സുമാരനറ്റ സ്ഥിതിക്ക് ഞാൻ പോണോ? അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട. നിനക്ക് സൗകര്യം ഉണ്ടേ പോയാ. അതത്രേ ഉള്ളൂ. എന്നാലും ഇവൻ പോവാത്ത സ്ഥിതിക്ക് ഞാൻ കൂടെ പോയില്ലെങ്കിൽ ആ കുട്ടി ഫീൽ ചെയ്യും അളിയാ. കഷ്ടമല്ലേ? ദൈവമേ. ചെല്ല് ചെല്ല് ചെല്ല്. നേരത്തെ തന്നെ കുറ്റം പറഞ്ഞവരാ. പിന്നെ നിന്നെ പോലെയാണ് അവൻ. അവന് വിവരമുണ്ട്. പോടാ. ഗുഡ് ഈവനിങ് ക്യാപ്റ്റൻ. ഗുഡ് ഈവനിങ്. വരണം വരണം. താൻ എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ ഇന്ന് മഴ പെയ്യണമല്ലോ. തന്നെ അന്വേഷിച്ച് 2 തവണ വീട്ടിൽ വന്നിരുന്നു. ലില്ലി പറഞ്ഞു. അപ്പോഴൊക്കെ താൻ നഗരത്തിലെ ക്രമസമാധാനം പാലിക്കാൻ പോയിരിക്കുകയായിരുന്നു. നിങ്ങളെ പോലെ അല്ലല്ലോ. ഞങ്ങളുടെ ഈ കുപ്പായത്തിന്റെ ശാപമാണിത്. സമയം എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തമല്ല. നാട്ടിൽ ആരെന്ത് പോക്കറ്റം കാണിച്ചാലും ഉറക്കം പോകുന്നു ഞങ്ങൾക്കല്ലേ? അതെ അതെ. ഇനിയിപ്പോ ഞാൻ വന്നില്ലെങ്കിലും എന്റെ പ്രതിനിധിയായി ലില്ലി മോള് മിക്കവാറും അവിടെ തന്നെ ഉണ്ടല്ലോ. വാഴ പിടിക്കുന്നൊക്കെ. പിന്നെ ഒരു ഡ്രിങ്ക് പറയട്ടെ? സോറി, ഐ എം ഓൺ ഡ്യൂട്ടി. ബംഗ്ലാവിൽ വിളിച്ചപ്പോ രേഖ പറഞ്ഞു താൻ ഇവിടെ കാണുമെന്ന്. സ്വസ്ഥമായെന്ന് കൂടാമെന്ന് കരുതി പുറപ്പെട്ടപ്പോ ഒരു അർജന്റ് കേസ് വന്ന് വിട്ടു. എന്തോന്നാ? അതിപ്പോ ഡിസ്ക്ലോസ് ചെയ്യാനും വയ്യ. ഐ എം ഓൺ വെരി അർജന്റ് ഡ്യൂട്ടി. ഇതിനിടയ്ക്ക് തന്നെ ഒന്ന് കാണാൻ ഒരു നിമിഷം സ്പെയർ ചെയ്തെന്ന് മാത്രം. ഞാൻ പോട്ടെ. കുറച്ചുനേരം കൂടി എപ്പോഴെങ്കിലും ബംഗ്ലാവിൽ വിളിക്കാം. കുറച്ചുനേരം കൂടി ഇരുന്നു. ഹലോ, ക്യാപ്റ്റൻ നായർ വീടല്ലേ? അതെ. ആരാ, മിസ്സസ് നായരാണോ? ഞാൻ ഉണ്ണിയാണ്, കൃഷ്ണനുണ്ണി. മനസ്സിലായോ? അപ്പോ ഞാൻ വിളിച്ചത് ഒരു ഹാപ്പി ന്യൂസ് പറയാനാണ്. അതിപ്പോ എന്ന് പറഞ്ഞാൽ, എടാ ഇതൊക്കെ ഒരു സസ്പെൻസോടെ വേണം പറയാൻ. ഹലോ മിസ്സസ് നായരല്ലേ? ഞാൻ ബാലു. നിങ്ങൾക്കൊരു വലിയ സർപ്രൈസ് ന്യൂസ് ഉണ്ട്. കാര്യം പറയൂ. അതങ്ങനെ ചുമ്മാ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കില്ല. ക്യാപ്റ്റൻ അല്ലേ അവിടെ? ഒന്ന് കൊടുക്കൂ. ദേ നോക്ക്. ആരാ? ബാലുവാ. ഹലോ ബാലു. ഹലോ ക്യാപ്റ്റൻ. വി ഹാവ് എ ബിഗ് സർപ്രൈസ് ഫോർ യു, ഫോർ യുവർ മേം സാബ്. വെൽക്കം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അത് വളരെ സെറിമോണിയലായിട്ട് മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റൂ. ഞങ്ങളെ വിളിച്ചൊരു ഡിന്നറിന് ടു സെലിബ്രേറ്റ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫുൾ ടീം വിത്ത് ഓൾ അലവലാരീസ്. അഗ്രീഡ്. ഇന്ന് വൈകിട്ടാകാം. ഇന്ന് വൈകിട്ടോ? സന്തോഷം. അപ്പോ ഇന്ന് വൈകിട്ട് നമ്മൾ കൂടുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. റൈറ്റ്. തൃപ്തിയായില്ലേ? Done.
ആ ഇത് രേഖ തന്ന കവിതകൾ പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ഇത് രേഖ തന്നെ പാടിക്കെട്ടാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. ദാ. അയ്യോ എനിക്ക് വയ്യ, ഞാൻ പാടില്ല. നിനക്കോടോ? ഞാനില്ലേ സാറോ? ആരോ നീ എന്നാ ഞാൻ പാടാം. അയ്യോ വേണ്ട, നിന്റെ സംസാരം കേട്ടാലേ സഹിക്കില്ല. അത് അങ്ങേര് തന്നെ പാടിക്കോട്ടെ. അത്രയും നേരം നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. ഞാൻ പാടാം. അപ്പൊ ഒരു മൂഡില്ലാതെ എങ്ങനെയാ? എന്നാ ഞാൻ പൊട്ടിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കണം. തനിക്ക് ആളെ മനസ്സിലായോ? നല്ല മുഖപരിചയം. നമ്മുടെ നിൽക്കുക. പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പറയിപ്പിക്കണ്ട. നല്ലോണം ആലോചിക്കട്ടെ, ഓർമ്മയിൽ വരുമെന്ന് അറിയാലോ. നാട്ടില് ഓ, നമ്മുടെ നാണുഭാഷല്ലേ? അപ്പോ താൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? അങ്ങനെ മറക്കാനോ? നല്ല കാര്യമായി. തീരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ തപ്പിപ്പോയെന്നേ. എന്റെ കൈയുടെ ചൂട് അത്ര പെട്ടെന്നാരും അങ്ങനെ മറക്കാറില്ല. എത്ര കാലമായി ഭാഷയെ കണ്ടിട്ട്? സ്കൂളിലെ ജൂബിലിക്ക് താൻ വരികയുണ്ടായില്ല. ഞാൻ പെൻഷനായപ്പോ സ്റ്റീഫൻ വന്നിരുന്നു. അപ്പോഴും തന്നെ കണ്ടില്ല. ഞാൻ സ്ഥലത്തുണ്ടായി കാണില്ല. കടലിലല്ലേ ഭാഷയെ എന്റെ ജീവിതം. ആ, ജീവിതവും പ്രാരാബ്ധവും ഒക്കെ ആവുമ്പോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇപ്പോ താനിവിടെ ഉണ്ടെന്ന് സ്റ്റീഫൻ പറഞ്ഞു. എന്നാ ഒന്ന് കണ്ടുകളയാന്ന് വെച്ച് കയറിയതാ. ഇടയ്ക്ക് പട്ടണത്തിൽ വരുമ്പോ ദേ ഇയാളുടെ അവിടെ കയറും. വിസ്തരിച്ചൊന്നുണ്ണും. വെയിലറുമ്പോ തിരിക്കും. താനിവിടെ ഉണ്ടാവുമെന്ന് അറിയാതെ എങ്ങനെ ഇവിടെ കയറുക? അതിനെന്താ, ഞാനില്ലെങ്കിലും മാഷക്ക് എപ്പോ ആണെങ്കിലും ഇവിടെ വരാലോ. അത് ശരിയാ. ഭാര്യയാവും അല്ലേ? അതെ. രേഖ, ഇത് ഞങ്ങളുടെ നാണുമാഷ്, ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. ഞങ്ങൾ ഇംഗ്ലീഷ് അക്ഷരം പഠിപ്പിച്ച മാഷ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. ഇയാളുടെ അവിടെ നിന്ന് ഊണും കഴിച്ച് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ഇനി കുറച്ചു നേരം ഒന്ന് കിടക്കണം, എന്നിട്ടാവാം കാപ്പി. എനിക്ക് കളക്ടറേറ്റിൽ ഒരു കോൺഫറൻസ് ഉണ്ട്. അപ്പം വൈകിട്ട് ക്ലബ്ബ് കാണണം. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. വല്ലതുമൊക്കെ വായിക്കുന്ന സമ്പ്രദായം തനിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ദേ ഈ പുസ്തകം അങ്ങോട്ട് വാങ്ങിക്കുക. എൻ്റെ സ്വന്തം കൃതിയാ. പുരാണത്തിലുള്ളൊരു പ്രമേയം, ഒരു 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 പുനരാവിഷ്കാരം. ഓ അത് ശരി. ഇങ്ങനെ ചില്ലറ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ ബാക്കിയാ. Green everywhere. It's fantastic. It is fantastic. വർഷത്തിന്റെ പകുതിയും കടലിൽ കഴിയുന്നതുകൊണ്ടാവും ക്യാപ്റ്റൻ നേച്ചറിനോട് ഇത്ര ക്രേസ്. യെസ്. Lovely. Lovely. Let's go. ഞാൻ ഓടിക്കാം. വായ്, ഞാനൊന്ന് ഓടിക്കട്ടെ. ഓക്കെ. യുനോ ബാലു, മദ്യപിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ മദ്യപിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ നെവർ ലൈക്ക് ഇറ്റ്.
ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഉറക്ക. ഇതിനു മുമ്പും 2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പേടിച്ചു പോയി. എന്താ വേണ്ടേ? ദാ ഇവിടെ ഉണ്ട്. നമുക്ക് കുറച്ച് നേരം പുറത്തിരിക്കാം. ആ, Get me some brandy. The night is still young. I'll get it. ഞാൻ കൂടുതൽ കുടിച്ചു. വല്ലപ്പോഴും ഒരിക്കലേ ഇത്തരം സന്ദർഭങ്ങൾ വീണ് കിട്ടാറുള്ളൂ. ഒരുപാട് കുടിച്ചു. ബാലുവിനറിയാമോ, സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കാലങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ ശ്രീ ബാലു, ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയാമോ. ഞാൻ, രേഖ, പിന്നെ വളരെ കുറച്ച് കൂട്ടുകാർ, വെരി സിൻസിയർ ഫ്രണ്ട്സ് ലൈക്ക് സ്റ്റീഫൻ, പിന്നെ ഇപ്പൊ എന്റെ ബാലുവും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സുഹൃത്ത്. ബാലുവിന് എന്നോട് സ്നേഹം തോന്നുന്നില്ല. തീർച്ചയായും. I like you, man. I like you very much. ചൂടുവെള്ളം. Hey, come here. എന്താ വല്ലാതെ? ഇന്നലെ കരഞ്ഞു അല്ലേ? ഇല്ല. ലീവ് തീരുമ്പോ എനിക്ക് പോകണമെന്നറിയില്ലേ? ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലോ? നാളെ പോയി കഴിഞ്ഞാൽ ലീവ് കിട്ടിയ ആ ക്ഷണം ഞാനിവിടെ എത്തില്ലേ? അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക്. അറിയാഞ്ഞിട്ടാണ്. ബട്ട് ഇറ്റ് ഈസ് ലൈഫ്, രേഖ. ഇറ്റ് ഈസ് ലൈഫ്.